നമസ്കാരം. അത്ഭുതകരമായ ഒരു ധ്യാനാനുഭവം. നമുക്കറിയാം, നമ്മുടെ പ്രപഞ്ചം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഓരോ ഭൂതവും ഉണ്ടായി വന്നത് മറ്റൊരു ഭൂതത്തിൽ നിന്നാണ്. അതായത് ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഭൂമി, ഇങ്ങനെ ഉണ്ടായി വന്നു എന്നൊരു സങ്കല്പം നമ്മുടെ പൗരാണികമായിട്ട് ഉണ്ട്. ഏതായാലും ഈ പഞ്ചഭൂതങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യമായ കാര്യമാണ് എന്ന് എല്ലാവരും ശാസ്ത്രവും സമ്മതിക്കുന്നതാണ്. ഇങ്ങനെ ഒരു പഞ്ചഭൂത ധ്യാനം ചെയ്തപ്പോൾ ഇന്നലെ ഒരു നിമിഷം ഒരു ചെറിയ അറിവിലേക്ക് കടന്നു പോവുകയുണ്ടായി. ആ അറിവാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ശാസ്ത്രത്തിനറിയാം, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ നടുവിൽ ഒരു പന്ത് എങ്ങനെയാണോ അത്രയും സ്ഥാനമേ ഒരു അണുവിനുള്ളിൽ, അതായത് ഒരു ആറ്റത്തിനുള്ളിൽ ഒരു ന്യൂക്ലിയസിനുള്ളൂ. ബാക്കി അത്രയും വലിയൊരു സ്ഥലം ആകാശമാണ്. ഇതേപോലെ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളുടെ ആറ്റങ്ങളിലും അങ്ങനെ ഒഴുകുന്ന രക്തത്തിലെ ആറ്റങ്ങളിലുമെല്ലാം ഇതേമാതിരി ആകാശം നിറഞ്ഞിരിക്കുന്നു. നമ്മളിരിക്കുന്ന മുറിയുടെ ചുവരിലും ഏറ്റവും കൂടുതലുള്ളത് ആകാശമാണ്. നമ്മൾ കുടിക്കുന്ന ജലത്തിലും ഏറ്റവും കൂടുതലുള്ളത് ആകാശമാണ്. കാരണം അവയെല്ലാം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. ആ ആറ്റങ്ങളിൽ ഓരോന്നിലും അതിലുള്ള ഖരപദാർത്ഥത്തിന്, ഖരമെന്നതില്ല സത്യത്തിൽ, അത് മറ്റൊരു കാര്യം, സ്ട്രിങ്ങുകളാണ് അവസാനമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഖരപദാർത്ഥത്തിന് തുലോം നിസ്സാരമായ സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നതിലും എല്ലാമുള്ള ആറ്റങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ആകാശമാണുള്ളത്. ഈ ഒരറിവിന് പിന്നാലെ ധ്യാനിച്ച സമയത്താണ് മറ്റൊരറിവിലേക്ക് കടന്നു പോയത്. നമുക്കറിയാം, നമ്മുടെ ഭൂമി ഒരു സെക്കൻഡിൽ 30 കിലോമീറ്ററോളം വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ സെക്കൻഡിൽ ഉണ്ടായിരുന്നിടത്ത് നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് നമ്മൾ അടുത്ത സെക്കൻഡിലുള്ളത്. ഇതേപോലെ നമ്മുടെ സൂര്യൻ 200 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യനും ഭൂമിയും ചേർന്ന് കുറേ ഏറെ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗ്രാഫ് വരച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. ഇതേപോലെ ഈ സൂര്യൻ സൗരയൂഥത്തെ ഒട്ടാകെ എടുത്തിട്ട് നമ്മുടെ ആകാശഗംഗയ്ക്ക് ചുറ്റും 600 കിലോമീറ്റർ വേഗതയിൽ, ഒരു സെക്കൻഡിൽ 600 കിലോമീറ്റർ, അതായത് കഴിഞ്ഞ സെക്കൻഡിൽ നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 600 കിലോമീറ്റർ അകലെയായിരിക്കും നമ്മൾ അടുത്ത സെക്കൻഡിലുണ്ടാവുക. ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ ഒരു ഏകദേശ കണക്ക് മാത്രമാണ്. ഈ ആകാശഗംഗ മൊത്തമായിട്ട് അതിലും ഭീമമായ ഒരു സ്പീഡിൽ മറ്റെങ്ങോട്ടോ ചലിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഒരിടത്തുണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരിക്കലും തിരിച്ചു വരുന്നില്ല. ലോകത്ത് ഒരു ഗ്രഹവും ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരുന്നില്ല. സൂര്യൻ പോലും ആ സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നില്ല. പക്ഷേ ഈ വേഗതയുടെ ഒരു രഹസ്യമാണ് ഇന്നലെ വീണ്ടും ധ്യാനത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നത്. അതായത് നമുക്കിടയിലുള്ള ഈ ആകാശം വികസിക്കുന്നു എന്നറിയാം. ഗ്രഹങ്ങളെല്ലാം പ്രകാശത്തേക്കാൾ വേഗതയിൽ അകന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗാലക്സികൾ തമ്മിൽ അകലുന്നു. ഈ അകൽച്ച ഒരു കാലത്ത് അവസാനിക്കുമെന്നും വീണ്ടും ചുരുങ്ങാൻ തുടങ്ങുമെന്നുമൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇത്തരമൊരു ചിന്തയിൽ ഇരുന്ന് ധ്യാനിച്ച സമയത്താണ് എൻ്റെ ആജ്ഞയിൽ ഒരു വെളിവ് ഉണ്ടായത്. ആ വെളിവ് ഇതാണ്: നമ്മൾ സഞ്ചരിക്കുന്നത് ആകാശത്തിലൂടെയല്ല എന്നുള്ളതാണ്. അതായത് ഒരു കുളത്തിലെ ജലത്തിൽ നമ്മൾ മത്സ്യം പിടിക്കാൻ വേണ്ടി ഒരു നെറ്റ് താഴ്ത്തുന്നു, ഒരു കമ്പിയുടെ നെറ്റ് താഴ്ത്തുന്നു എന്ന് വിചാരിക്കുക. ആ നെറ്റ് നമ്മൾ വെള്ളത്തിനടിയിലൂടെ ലംബമായി പിടിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം ചലിക്കുന്നില്ല, പകരം
ആ നെറ്റ് മാത്രമാണ് ചലിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ഒരു ഉദാഹരണം പറയുന്നത്. ഇതേപോലെ ആകാശത്തിലൂടെ ഒരു നെറ്റ് പോലെ നമ്മൾ ചലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഈ ഭൂമിയും അതേപോലെ ഒരു നെറ്റായിട്ട് ആകാശത്തിലൂടെ കടന്നു പോകുന്നു. അതായത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം, സൂര്യനെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആകാശം നിശ്ചലമാണ്. എന്നാൽ ഈ ആകാശം നിശ്ചലമല്ലാത്തത് കൊണ്ടാണ് ഈ ഗ്രഹങ്ങൾ, ഗാലക്സികൾ തമ്മിൽ പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗതയിൽ അകലുന്നു എന്നെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയും ഈ ആകാശം വികസിച്ച് അതിനെ തള്ളുന്നത് കൂടാതെ, അതായത് മറ്റെവിടുന്നോ കുറച്ച് ആകാശം ഉണ്ടായി വരുന്നു, അവ നിറഞ്ഞാണ് ഗാലക്സികൾ അകലുന്നത്. അതിനിടയിൽ മറ്റൊരു ചലനമാണ് നമ്മൾ നടത്തുന്നത്. ആകാശത്തിലൂടെ ഒരരിപ്പ പോലെ നമ്മൾ അതിഭീമമായ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ധ്യാനാനുഭവത്തിൻ്റെ ആ ഒരു ദൃശ്യം, ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി, അറിവിലൂടെയല്ല, ആ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി എന്നുള്ളതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഇടാം. ഞാനത് സസൂക്ഷ്മം വായിക്കാം. അതേക്കുറിച്ചുള്ള കൂടുതൽ ധ്യാനം ചെയ്ത് അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാം. നമസ്തേ.